തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി പാറ്റൂർ രാധാകൃഷ്ണൻ. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ വി രാജേഷിനും ആശാനാഥിനും പിന്തുണ നൽകും. കണ്ണമൂല ഡിവിഷനിൽ നിന്നും സ്വതന്ത്രനായാണ് പാറ്റൂർ രാധാകൃഷ്ണൻ ജയിച്ചത്. സനിസ ശോഭാചന്ദ്രനുണ്ട്. സനിസ, മറ്റു വിശദാംശങ്ങൾ എന്താണ്? ജീന, 101 ഡിവിഷനുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം 51 ഉണ്ടായാൽ മാത്രമേ അതിൽ മേയർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് ബി.ജെ.പിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയൂ എന്നൊരു സാഹചര്യമാണ്. ഇത് അവരെ ആശങ്കയിൽ ആഴ്ത്തിയ ഒരു സാഹചര്യമാണ്. നാളെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബി.ജെ.പിക്ക് ഒരു നേരിയ അത്തരത്തിൽ മറ്റൊന്നും സംഭവിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ പോലും ഒരു നേരിയ ആശങ്ക ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പാറ്റൂർ രാധാകൃഷ്ണൻ ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ബി.ജെ.പി എത്തിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ തെരഞ്ഞെടുപ്പ് ടെൻഷനില്ലാതെ തന്നെ ബി.ജെ.പിക്ക് മറികടക്കാനാകുമെന്നാണ് ഈ പിന്തുണയോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കണ്ണമൂല ഡിവിഷനിൽ നിന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പാറ്റൂർ രാധാകൃഷ്ണൻ മത്സരിച്ച് വിജയിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തന്റെ പിന്തുണ ആർക്കെന്ന് പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ പാറ്റൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വി രാജേഷിനും ആശാനാഥിനും പിന്തുണ നൽകുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ ഗ്രീൻ ഫ്ലോ എന്ന് പറയുന്ന ഒരു കണ്ണമൂലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു പത്രിക പാറ്റൂർ രാധാകൃഷ്ണൻ പുറത്തിറക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ 3 മുന്നണികൾക്കും ഈ പത്രിക നൽകിയിരുന്നു, ഈ വികസന പത്രിക നൽകിയിരുന്നു. എന്നാൽ എൻ.ഡി.എയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മാത്രമാണ് ഈ ഗ്രീൻ ഫ്ലോ കണ്ണമൂല പൂർണ്ണമായി നടപ്പിലാക്കുമെന്ന് പിന്തുണയുമായി രംഗത്തെത്തിയത്. ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ്, ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാറ്റൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത്. ജീന.